السلام على رسول الله وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ ദുറൂസുൽ അറബിയ പഠിതാക്കളെ, അൽഹംദുലില്ലാ നമ്മളെ മൂന്നാമത്തെ സെമസ്റ്ററിലെ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സോട് കൂടി. അതിൽ നമ്മൾ മുജറദ് സുലാസിയും മസീദും ഒക്കെ നമ്മൾ പിന്നെ വിശദീകരിക്കുകയുണ്ടായി. അത് വരുന്ന വസനുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ 16-ാമത്തെ പാഠം അമ്ര പിന്നെ വാപ്പനോട് പറയുന്ന അതുവരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇൻഷാ അല്ലാ ഇനി ബാക്കി നമുക്ക് ഉള്ളത് പാഠത്തിലേക്ക് നോക്കാം. പേജ് നമ്പർ 9. അൽ അബ്, ഉപ്പ ചോദിക്കുകയാണ്, മാദാ തുരീദു അൻത യാ ഹിഷാമു. മാദാ തുരീദു അൻത യാ ഹിഷാമു. എന്താണ് ഹിഷാമെ നീ ഉദ്ദേശിക്കുന്നത്, നിനക്ക് എന്താണ് വേണ്ടത് എന്നാണ്. തുരീദു എന്നുള്ളത് ഫിഅ്ലു മുളാരി ആണ്, മർഫൂഉ അലാമത്തു റഫ്ഇഹി അൽ-ളമ്മ. പിന്നെ ഹിഷാം മറുപടി പറയുന്നു, അന മാ ഉരീദു ഷൈഅൻ അൽ ആൻ. അന മാ ഉരീദു ഷൈഅൻ അൽ ആൻ. ഇപ്പൊ എനിക്ക് എന്തില്ല, എനിക്കൊന്നും വേണ്ട, ഇപ്പൊ ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ ഫിഅ്ലു മുദാരിഇൽ മാ വരുമ്പോൾ ഇപ്പോൾ വേണ്ട എന്ന അർത്ഥമാണ് ലഭിക്കുക. ഫിഅ്ലു മുദാരിഇൽ മാ എന്ന് വരുമ്പോൾ ഇപ്പോൾ വേണ്ട എന്നുള്ള അർത്ഥമാണ് ഉണ്ടാവുക. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അൽ ആൻ, ഇപ്പോൾ എന്ന്. അന മാ ഉരീദു ഷൈഅൻ, ഇപ്പൊ ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അൽ ആൻ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ അർത്ഥം വരും. അൽ അന മാ ഉരീദു ഷൈഅൻ അൽ ആൻ, ഇപ്പൊ ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഐന അഖൂക അൽ ഹുസൈൻ. ഐന അഖൂക, ഐന എവിടെയാണ്, അഖൂക നിന്റെ സഹോദരൻ, അൽ ഹുസൈൻ ഹുസൈൻ നിന്റെ സഹോദരൻ ഹുസൈന് എവിടെയാണ് എന്ന് ഹിഷാമിനോട് ചോദിക്കാം. ഇവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദു, അതേപോലെ തന്നെ അബു, അബൻ, അബൻ, പിന്നെ അബു, പിന്നെ അബി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദ, ദു, ദി എന്ന് നമ്മൾ പറഞ്ഞു. എന്നതുപോലെ തന്നെയാണ് അഹു എന്നുള്ളത്. അഹു എന്നുള്ളത്, അതായത് ദു എന്നത് മുലാഫ് ആകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. അത് ദൻ, ദു എന്നും ദി എന്നും ഒക്കെ ആയിട്ട് വരും. ഇവിടെ പിന്നെ അതേപോലെ തന്നെയാണ് എന്ത് അഹു, അഹി, അഹൻ, പിന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് മുലാഫ് ആകുമ്പോൾ വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ അഹു എന്ന് പറയുമ്പോൾ മർഫൂൻ വഅലാമത്തു റഫ്ഇഹി അൽ വാവ്, മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അൽ വാവ്. ക എന്നുള്ളത് എന്താ, മുലാഫുൻ ഇലൈഹി, മുലാഫുൻ ഇലൈഹി. അൽ ഹുസൈൻ എന്നുള്ളത് ബദൽ ആണ്. ഇവിടെ അങ്ങനെയാണ് വരിക. അഹു എന്നുള്ളത് ഒന്ന് എഴുതാം. വഅലാമത്തു റഫ്ഇഹി അൽ വാവ്. ക എന്നുള്ളത് മുദാഫുൻ ഇലൈഹി.
ഹുസൈൻ. ബദല് ആണ്. ഹുസൈൻ എന്നുള്ളത് ഇവിടെ ബദല് ആണ്. അതിന്റെ മുന്നത്തെ സെന്റൻസ് എടുക്കുകയാണെങ്കിൽ അനമ ഉരീദു ഷൈഅൻ അൽ ആൻ എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ അന എന്നുള്ളത് എന്താണ്? മുബത്തദ. അന അന എന്നുള്ളത് മുബത്തദ ആണ്. അന എന്നുള്ളത് മുബത്തദ ആണ്. മാ എന്നുള്ള അവിടെ കിട്ട. ഉരീദു എന്നുള്ളതോ ഉരീദു ഖബർ. ഫിഅൽ മുദാരി ആണ്. ഫിഅൽ മുദാരി ആണ്. ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അൽ-ളമ്മ. ഷൈഅൻ എന്നുള്ളത് മഫ്ഊൽ മഫ്ഊലുൻ ബിഹി മൻസൂബ്. മൻസൂബ്. മഫ്ഊലുൻ ബിഹി മൻസൂബ്. അൽ ആൻ എന്നുള്ളത് ളർഫാണ്. അപ്പൊ ഇവിടുത്തെ ഖബർ എവിടെ എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മാ ഉരീദു ഷൈഅൻ എന്ന ജുംല ഫിഅലിയയാണ് അവിടുത്തെ ഖബർ. മാ ഉരീദു ഷൈഅൻ എന്നുള്ള ജുംല ഫിഅലിയയാണ് അവിടുത്തെ ഖബറായിട്ട് വരിക. ഇനി അപ്പോ ഹിഷാം അവിടെ ഹുസൈൻ അവിടെ ചോദിച്ചു. അപ്പൊ ഹിഷാം മറുപടി പറയാണ് ഹുവ ഫിൽ ഹമ്മാമി. ഹുവ ഫിൽ ഹമ്മാമി. അവൻ എവിടെയാണ്? ബാത്റൂമിലാണ്, ടോയ്ലറ്റിൽ ആണ്. അല്ല, അപ്പൊ വാപ്പ ചോദിക്കാണ് മാദാ യുരീദ് മാദാ യുരീദു ഹുവ. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഓനക്ക് എന്താണ് വേണ്ടത്? മാദാ ഉരീദു ഹുവ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ മറുപടി കാണാൻ കഴിയും. ഹിഷാം ഹുവ യുരീദു ഹലാവ. ഹുവ യുരീദു ഹലാവ. അവൻ എന്താണ്? ഹലാവയാണ് ഉദ്ദേശിക്കുന്നത്. ഹുവ ഹുവ എന്നുള്ളത് എന്താവും? മുബത്തദ. അയ്വ മുബ്തദ. ഹുവ എന്നുള്ളത് മുബ്തദ ആണ്. യുരീദു ഫിഅൽ മുദാരി ഫിഅലുൻ ضارع മർഫൂഉ مرفوع وعلامة റഫ്ഇഹി അദ്ദം. رفعه അദ്ദം. الضمة. وعلامة رفعه അല്ലാഹ്. الضمة. അല്ലേ? പിന്നെ ഹലാവ. ഫാഇലോ ضمير مستتر. ضمير مستتر. مستتر تقديره هو. تقديره نعم. هو. أيوه هو تقديره هو. هو. اوكي ضمير مستتر تقديره هو. പിന്നെ ഇവിടുത്തെ ഖബർ എവിടെ? يريد ഹലാവ. ആ യുരീദു ഹലാവ എന്ന ജുംലത്തുൽ ഫിഅലിയ. യുരീദു ഹലാവ. ജുംലത്തുൽ ഫിഅലിയ ഖബറാണ്. ജുംലത്തുൽ ഫിഅലിയാണ് ഇവിടുത്തെ ഖബർ. യുരീദു ഹലാവ എന്ന ജുംലത്തുൽ ഫിഅലിയ ഇവിടുത്തെ ഖബറും ആണ് എന്നാണ്. അപ്പോ
അപ്പൊ അത് ക്ലിയർ ആണ്, നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഹുവ മുബ്തദ യുരീദു ഫിഅൽ മുളാരി മർഫൂൻ വഅലാമത്തു റഫ്ഇഹി അൽ-ളമ്മ ഫാഇൽ ളമീർ മുസ്തതിർ തഖ്ദീറുഹു ഹുവ യുരീദു ഹലാവ എന്ന ജുംല ഫിഅലിയയാണ് ഇവിടുത്തെ പിന്നെ ഖബറായിട്ട് വരുന്നത്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എന്താണത്? ഹലാവ അല്ലെ? ഉം. ഹലാവ എന്നാണ്. ഹലാവ വാവിന് എന്താണ് വരുന്നത്? ഹലാവ അലിഫ് എന്ന് വരുമ്പോ അലിഫ് അലിഫ് മക്സൂറ. അലിഫാണ്. അലിഫാണ് വരുന്നത് അല്ലെ? അതായത് യാഇന്റെ രൂപത്തിലുള്ള അലിഫാണ് ഇവിടെ വരുന്നത്. ഹലാവ എന്ന് എഴുതുമ്പോൾ യാഇന്റെ രൂപത്തിലുള്ള അലിഫാണ് വരുന്നത്. ഈ പിന്നെ ഇത്തരം യാഇന്റെ രൂപത്തിൽ വരുന്ന അലിഫിന് അലിഫ് മഖ്സൂറ എന്നാണ് പറയാം. അലിഫ് മഖ്സൂറ എന്നാണ് ഇതിന് പറയാ. അത് നമ്മൾ മനസ്സിലാക്കിയേക്കണം. ഹലാവ, ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ മൂസ, മൂസ, ഈസ, മുസ്തഷ്ഫ, പിന്നെ ഉഖ്റ, പിന്നെ ഊല, ഊല, ഇങ്ങനെയൊക്കെ എന്താണ് ഒക്കെ പിന്നെ അലിഫോണ്ടാണ് കയ്യ. ഹലാവ, മൂസ, ഈസ, മുസ്തഷ്ഫ, ഉഖ്റ, ഊല എന്നൊക്കെ. പക്ഷെ യാ ആണ് അവിടെ എഴുതുക. അത് അലിഫ് മഖ്സൂറ എന്നാണ് പിന്നെ ഇതിന് അത് പറയുന്നത്. ഖാഫാണോ കാഫാണോ ഉസ്താദേ? മക്സൂറ. എന്ത്? മക്സൂറയുടെ ഖാഫാണോ കാഫാണോ? ഖാഫ് 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 ട്ടോ. ഖാഫും സ്വാദാണോ? യെസ്, മഖ്സൂർ. ഓക്കെ. അപ്പോ ഹുവ യുരീദു ഹലാവ, അവരെന്താണ് ഹലാവയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവനക്ക് ഹലാവയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ ചോദിക്കാണ് മാദാ തുരിദ്ന യാ ബനാതി. ഇനി പെൺകുട്ടികളോടാണ്, ഇതുവരെ ആൺകുട്ടികളോടാണ് ചോദിച്ചത്. മാദാ തുരിദ്ന യാ ബനാതി എന്നാണ്. അപ്പോ തുരിദ്ന എന്നാണ് വന്നത് അല്ലെ? തുരിദ്ന. ഉസ്താദ്, ഈ മഖസൂറ എന്നുള്ളതിന്റെ മീനിങ് എന്താ? പൊട്ടിയത്. ശരിക്ക് പെൺകുട്ടികളോട് ചോദിക്കുമ്പോ എന്താണ്? തുരീദ്ന എന്നാണ് ചോദിക്കേണ്ടത് അല്ലെ? തുരീദ്ന, തുരീദ്ന. പക്ഷെ നമുക്ക് ഇവിടെ എന്താ കാണുന്നത്? ടെക്സ്റ്റിൽ എന്താ? തുരിദ്ന എന്നാണ്. തുരിദ്ന എന്നാണ്. ഇവിടുത്തെ എന്ത് പോയി? എന്താ പോയത്? യാ പോയി. ആ, യാ പോയി അല്ലെ? അവിടെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, രണ്ട് സുക്കൂനുകൾ എന്ത് ചെയ്യില്ല, ഒന്നിച്ച് അടുപ്പിച്ച് വരുമ്പോ എന്ത് ചെയ്യും? ഒന്ന് ഹദ്ഫ് ചെയ്യപ്പെടും അല്ലെ? ഇൽത്തിഖാ സാക്കിനൈൻ, രണ്ട് പിന്നെ പിന്നെ
സുക്കൂനുകൾ എന്ത് ചെയ്യില്ല, ഒരുമിച്ച് വരില്ല. അപ്പൊ ഒന്ന് എന്ത് ചെയ്യും, കളയും. ഒന്ന് കളയും. അതാണെന്ത്, മാതാ തുരീദ്ന എന്നാണ് വേണ്ടത്. ഇപ്പൊ രണ്ട് സുക്കൂനുകൾ അടുപ്പിച്ച് വന്നപ്പോ എന്ത് ചെയ്തു, യാ എടുത്തു കളഞ്ഞു, മാതാ തുരിദ്ന എന്നായി. മാതാ തുരിദ്ന യാ ബനാതി. പെൺകുട്ടികളെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ശരിക്കും എഴുതണം എന്താ, തുരീദ്ന എന്നാണ്. പക്ഷെ അത് രണ്ട് സുക്കൂൻ അടുപ്പിച്ച് വന്നപ്പോൾ ഒന്ന് ഒഴിവാക്കി. മാതാ തുരിദ്ന യാ ബനാതി. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളോടൊരു തെമ്പ്രീനിൽ 9ാമത്തെ തെമ്പ്രീന് ഒഴിവാക്കാം, ഇപ്പൊ എഴുതണ്ട എന്ന് പറയാൻ കാരണം ഈ ഒരു സംഗതി നമുക്ക് പറയാനുള്ളത് കൊണ്ടായിരുന്നു. ഇനി അവിടെ എന്താണ് വരിക എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം, എഴുതണം. അപ്പൊ ആയിഷ പറയാണ്, യാ അബതി, യാ അബതി, എന്റെ ഉപ്പ. യാ അബി എന്ന് വിളിക്കുന്ന, അബി എന്നുള്ള അർത്ഥം തന്നെയാണ് അബതി എന്നുള്ളതിന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അൻത ഇഷ്തറൈത ലി മിലഫൻ ഖബല ഉസ്ബൂഇൻ ഉരീദു അൽ ആൻ മിലഫൻ ഔ മലഫൻ ആഖർ എന്നാണ്. അൻത ഇഷ്തറൈത ലി, പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വാങ്ങി. മിലഫൻ, മിലഫ് എന്ന് പറഞ്ഞാൽ ഫയല്. ഖബല ഉസ്ബൂഇൻ, ഒരാഴ്ച മുമ്പ് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫയൽ വാങ്ങിയിട്ടുണ്ട്. ഉരീദു അൽ ആൻ മിലഫൻ ആഖർ, പക്ഷെ എന്നാ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു പിന്നെ ഫയലും കൂടി എനിക്ക് വേണം, മറ്റൊരു ഫയലും കൂടി എനിക്ക് വേണം എന്നാണ്. അൻത ഇസ്തറൈത ലി മിലഫൻ ഖബല ഉസ്ബൂഇൻ അല്ലെ. അൻത എന്താണ്, അൻത പറയൂ, ഒക്കെ പറയും നിങ്ങൾ ഇവിടെ. മുബത്തദ്. മുബത്തദ ആണ് അല്ലെ. ഇസ്തറൈത, ഇസ്തറൈത അവിടെ എന്തായിരിക്കും, ഫിഅ്ലു മാദിയോ ജുംലത്തുൽ ഫിഅലിയാണ്. നീ വാങ്ങി എന്നുള്ള ജുംലത്തുൽ ഫിഅലിയാണ്. അവിടെ അത് ഖബറാണ്. ജുംലത്തുൽ ഫിഅലിയ ഖബറാണ്. ഇസ്തറൈത എന്ന് പറഞ്ഞാൽ ജുംലത്തുൽ ഫിഅലിയ ഖബറാണ്. ലീ എന്നുള്ളതില് ലാം എന്താ, ഹർഫു ജർ. യാ ഇസ്മുൻ മജ്റൂർ. ഹർഫു ജറിന് ശേഷം പിന്നെ എന്താവും, ഇസ്മു മജ്റൂർ ആവുക. യാ ഇസ്മുൻ മജ്റൂർ. മിലഫൻ അയ്വ മഫ്ഊലുൻ ബിഹി മൻസൂബ് അലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. ഖബല എന്നുള്ളത് ളർഫാണ്. ഖബല എന്നുള്ളത് ളർഫാണ്. ഉസ്ബൂ എന്നുള്ളത് മുളാഫുൻ ഇലൈഹി, മുളാഫുൻ ഇലൈഹി. ഇനി അടുത്ത് ഉരീദു, ഫിഅ്ലുൻ മുളാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അൽ-ളമ്മ. ഫാഇലോ മുസ്തത്തിർ. ضمير مستتر تقديره أنا. أيوة أحسنت، أنا. الآن ظرفان. ملف مفعول به منصوب علامة نسبه الفتحة. أخرى إن الذي الآخر مفعول به ملف إن الذي مفعول به منصوب علامة نسبه الفتحة. ആഖറ എന്നുള്ളത് ആഖറ മിലഫ് നോക്കി നോക്കി നമ്മള് ചിലത് അയ്വ നഅത്ത് ആണ്. ആഖറ എന്നുള്ളത് എന്താണ്, നഅത്ത് ആണ്. ഓക്കെ. അപ്പോ പിന്നെ ഉരീദു അൽ ആൻ മിലഫൻ ആഖർ, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ഫയലും കൂടി എനിക്ക് വേണം എന്നാണ്. അല്ല, മാദാ തുരീദീന അൻതി യാ ഹഫ്സ. മാദാ തുരീദീന അൻതി യാ ഹഫ്സ. ഹഫ്സ അനക്കെന്താ വേണ്ടത് എന്നാണ്. അപ്പൊ ഹഫ്സ പറയാണ്, ഉരീദു ഹഖീബതൻ. ഉരീദു حقيبة. أريد فعل مضارع مرفوع وعلامة رفعه الضمة. حقيبة مفعول به
മഫ്ഊലു ബിഹി മൻസൂബ് അലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. അപ്പോ ഉപ്പ ചോദിക്കാണ്, അമാ ഇൻദകി ഹഖീബത്തുൻ, അമാ ഇൻദകി ഹഖീബത്തുൻ, നിന്റെ അടുത്ത് എന്തില്ലേ, പിന്നെ ബാഗ് ഇല്ലേ എന്ന് ചോദിക്കാണ്. നിന്റെ അടുത്ത് ബാഗ് ഇല്ലേ? അപ്പൊ എന്താണ് പോസിറ്റീവ് നെഗറ്റീവാണ് ചോദ്യം, പോസിറ്റീവാണ് മറുപടി. എന്ത്? ബല, അതെ ഉണ്ട്. ഇന്ദി ഹഖീബത്തുൻ ഹംറാഉ, ഇന്ദി ഹഖീബത്തുൻ ഹംറാഉ, എൻ്റെ അടുത്ത് എന്തുണ്ട്? റെഡ് കളറിലുള്ള ബാഗ് ഉണ്ട് എന്നാണ്. അല്ലെ? എന്താ റെഡിന് എന്താ നമ്മൾ പഠിച്ചത്? അല്ലെ? അഹ്മർ എന്നാണ് നമ്മൾ പഠിച്ചത്. അഹ്മർ, അഹ്മർ എന്നാണ് നമ്മൾ പഠിച്ചത്. പിന്നെ യെല്ലോക്കോ? അസ്ഫർ. പിന്നെ ബ്ലാക്കിന് അസ്വദ്. വൈറ്റിന് അബിയദ്. അബിയദ് അല്ലേ? ഇങ്ങനെ നമ്മള് പിന്നെ ഓരോ കളറിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇവിടെ റെഡിന് നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല് ഹംറ എന്നാണ് പറഞ്ഞത്. അല്ലെ? ഹംറാഉ. ബൈളാഉ, സൗദാഉ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ മുദക്കറാണ്. എന്താണ്? മുദക്കറാണ്. ഇത് മുഅന്നസ് ആണ്. ഇതൊക്കെ ഒന്ന് മുദക്കറാണ്, ഒന്ന് മുഅന്നസ് ആണ്. അല്ലെ? അതുകൊണ്ടാണ് ഹഖീബത്ത് എന്നുള്ളത് മുദക്കറാണോ മുഅന്നസ് ആണോ? മുഅന്നസ് ആണ്. അതുകൊണ്ടാണ് എന്ത് ഹംറാഉ എന്ന് പറഞ്ഞത്. അസ്ഫർ സഫ്റാഉ, അസ്വദ് സൗദാഉ, അബിയദ് ബൈദാഉ. അല്ലെ? പിന്നെ സൂറത്ത് ബഖറയില് പിന്നെ കാണാം എന്ത്? ബഖറത്തുൻ സഫ്റാ, ബഖറത്തുൻ സഫ്റാ. സൂറത്ത് ബഖറയിൽ അള്ളാഹു മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ആ സംഭവം പറഞ്ഞെടുത്ത് പറയണ്ടേ. അതേപോലെ തന്നെ കയ്യ് കക്ഷത്ത് വെച്ചെടുക്കുമ്പോ എന്തുണ്ട്? ബൈളാ. അവിടെ വെള്ള ഇതിലാണ്. കാരണം എന്താ? കൈ എന്താണ്? ആ, അതായത് മുഅന്നസ് അല്ല. അത് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു? ശരീരത്തിലെ രണ്ട് അവയവങ്ങൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മുഅന്നസിന്റെ ഇതിലാണ് അത് പെടുക. അതുകൊണ്ട് ബൈളാ. തേന്റെ ഡ്രിങ്കിന്റെ കളറിന്റെ എന്തോ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ നിലക്കാണ് നമ്മളത് ഇവിടെ ഹംറാ എന്ന് പറഞ്ഞത്. ഇന്ദി ഹഖീബത്തുൻ ഹംറാ, എൻ്റെ അടുത്ത് എന്തുണ്ട്? എൻ്റെ അടുത്ത് ചുവപ്പ് ബാഗ് ഉണ്ട്. ഉരീദു ഹഖീബത്തൻ ഉഖ്റാ സൗദാ, ഉരീദു ഹഖീബത്തൻ ഉഖ്റാ സൗദാ, എനിക്ക് എന്ത് വേണം? വേറൊരു ബാഗ് കൂടി വേണം. ഏതുള്ളത്? സൗദാ, ബ്ലാക്ക് കളറിലുള്ള ഒരു ബാഗും കൂടി ഇവിടെ എനിക്ക് എന്ത് വേണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പിന്നെ ഒന്ന് മേലേക്ക് വരികയാണെങ്കിൽ മിലഫൻ ആഖർ എന്ന് നമ്മൾ പറഞ്ഞു. മിലഫൻ ആഖറ, അല്ലേ? ഇവിടെ അഖീബത്തൻ ഉഖ്റ എന്ന് പറഞ്ഞു. ഇത് ഒക്കെ മറ്റൊരു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരിക, അല്ലെ? ഒന്നുകൂടി അല്ലെ? മിലഫൻ ആഹർ, ഇക്ക് ഒരു ഫയലും കൂടി വേണം. ഹഖീബത്തൻ ഉഖ്റ, ഒരു ബാഗും കൂടി വേണം, അല്ലെങ്കിൽ മറ്റൊരു ഫയൽ വേണം, മറ്റൊരു ബാഗ് വേണം എന്നാണ്. ഇത് ഒന്ന് എന്താണ്? ഇത് മെയിലാണ്, ഇത് ഫീമെയിലാണ്. ഒന്ന് മുദക്കറാണ്, ഒന്ന് മുഅന്നസ് ആണ്.
അതുകൊണ്ടാണ് ഹഖീബത്ത് മുഅന്നസ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, ഉഖ്റ എന്ന് വന്നത്. മിലഫ് പിന്നെ മുദക്കർ ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, ആഖർ എന്ന് വന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ തെംരീനിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളത് വിശദീകരിക്കും. ഓക്കെ. അപ്പോൾ വാപ്പ ചോദിക്കുകയാണ് വീണ്ടും, മാദാ തുരീദീന യാ സുആദ, യാ സുആദു, സുആദെ നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ സുആദ് പറയാണ്, ഇൻദി മിസ്തറത്തുൻ സഗീറത്തുൻ, എൻ്റെ അടുത്ത് എന്തുണ്ട്, ചെറിയ സ്കെയിലുണ്ട്. ഇൻദി മിസ്തറത്തുൻ സഗീറത്തുൻ, എൻ്റെ അടുത്ത് ചെറിയ സ്കെയിലുണ്ട്. ഉരീദു ഉഖ്റ കബീറത്തൻ, ഉരീദു ഉഖ്റ കബീറത്തൻ, വലിയ വേറൊരു സ്കെയിലാണ് എനിക്ക് വേണ്ടത്. ഇവിടെയും ഉഖ്റ എന്നാണ് വന്നത്, കാരണം മിസ്തറത്ത് എന്നുള്ളത് എന്താണ്, സ്ത്രീലിംഗം ആയതുകൊണ്ട്. അപ്പോൾ വാപ്പ ചോദിക്കുകയാണ്, വമ തുരീദീന അൻതി യാ ലൈല, ലൈല നിനക്കെന്താണ് വേണ്ടത്? അപ്പോൾ ലൈല പറയാണ്, ഉരീദു മുസ്ഹഫൻ ദാ ഹർഫിൻ കബീരിൻ, ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, മുസ്ഹഫൻ മുസ്ഹഫാണ് എനിക്ക് വേണ്ടത്, ദാ ഹർഫിൻ കബീരിൻ വലിയ പിന്നെ ഹർഫുള്ള അക്ഷരങ്ങളുള്ള മുസ്ഹഫാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ദാ എന്ന് വരാൻ കാരണം പിന്നെ അത് മഫ്ഊലും ബിഹി അതിൻ്റെ അതേ നിയമത്തിലാണ് വന്നതുകൊണ്ട്, അതിൻ്റെ മുളാഫ ആയതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. വാപ്പ ചോദിക്കാണ്, അമാ തുരീദീന ഷൈഅൻ യാ ലൈല, യാ സൽമ, സൽമ അനക്കൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നു. സൽമ അനക്കൊന്നും വേണ്ടേ? അപ്പൊ സൽമ പറയാണ്, ബല ഉരീദു മുഅ്ജമൻ ഇൻജിലീസിയൻ വ ആഖറ ഫറൻസിയ, ഉരീദു പിന്നെ ബല എനിക്ക് വേണം, ഉരീദു മുഅ്ജമൻ, മുഅ്ജബ് എന്ന് പറഞ്ഞ, മുഅ്ജബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ഷണറിയാണ്, മുഅ്ജബ് ഡിക്ഷണറി. ഉരീദു മുഅ്ജബൻ ഇംഗ്ലീസിയൻ, എനിക്ക് ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ് വേണ്ടത്. വ ആഖറ ഫറൻസിയ, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, വേറെ ഫ്രാൻസ് ഭാഷയിലുള്ള ഡിക്ഷണറിയും എനിക്ക് വേണം, ഫ്രഞ്ച് ഡിക്ഷണറിയും വേണം, ഇംഗ്ലീഷ് ഡിക്ഷണറിയും എനിക്ക് വേണം എന്നാണ്. അപ്പൊ വാപ്പ ചോദിക്കാണ്, അമ തുരീദു ഉമ്മുക്കി യാ ഉമ്മുക്കി ഷൈഅൻ, നിന്റെ ഉമ്മാക്ക് ഒന്നും വേണ്ടേ എന്നാണ്. അപ്പോൾ സൽമ പറയുന്നു, മാ അദിരി എനിക്കറിയില്ല, അസ്അലുഹ ഞാൻ അവരോട് ചോദിക്കട്ടെ. ആ എന്നുള്ളത് ചോദ്യമാണ്, അസ്അലു ചോദിക്കുക, ഹ അവളോട്, അസ്അലുഹ ഞാൻ അവളോട് അതായത് ഉമ്മനോട് ചോദിക്കട്ടെ. അപ്പൊ അബു പറയാം, നഅം ഇസ്അലീഹ, ഇസ്അലീഹ, അതെ എന്ത് ചെയ്യണ്, നീ അവരോട് ചോദിക്ക്. അപ്പൊ സൽമ തഖ്റുജു തുമ്മ തദ്ഖുലു ബഅദ ഖലീലിൻ, തഖ്റുജു പുറത്തുപോയി, വാപ്പാന്റെ അടുത്ത് നിന്ന് പുറത്തുപോയി, തുമ്മ ശേഷം, തദ്ഖുലു വീണ്ടും തിരിച്ചു വന്നു, പ്രവേശിച്ചു, ബഅദ ഖലീലിൻ കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്തു, തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഹിയ തഖൂലു ഇന്നഹാ തുരീദു ثلاثة أمطار من هذا القماش خذ هذا النموذج يا أبتي എന്നാണ്. ഹിയ അവൾ, അതായത് ഉമ്മ, തഖൂലു പറയുന്നു അല്ലെങ്കിൽ പറഞ്ഞു, ഇന്നഹ തുരീദു, ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ന ഹിയ ഇല്ല, വന്നത്? ഇവിടെ നമ്മുടെ ബുക്കിൽ ഹിയ ഇല്ല, തഖൂലൂന്നേ ഉള്ളൂ. തഖൂലു എന്ന് മാത്രമേ ഉള്ളൂ, ഹിയ ഇല്ല. ഹിയ ഇല്ലല്ലേ? കുഴപ്പമില്ല. ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഹിയ തഖൂലു ഇന്നഹ എന്ന് വന്നത്? ഇന്ന ഉറപ്പിക്കാൻ വേണ്ടി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹാല വന്നു, ഇന്ന എന്നുള്ളത് ഒരു സെന്റൻസിന്റെ തുടക്കത്തിലല്ലേ വരിക? ഹാല വന്നു. കാല ഉണ്ടെങ്കിൽ ആര് വരണം, ഹാല കാല വരികയാണെങ്കിൽ അതിന്റെ ശേഷം എന്തായിരിക്കും വരിക? ഹാല ഇന്ന. യഖൂലു എന്നുള്ളതൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ശേഷം ഇന്നയാണ് വരിക അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇന്നഹ തുരീദു, തീർച്ചയായും അവൾ ഉദ്ദേശിക്കുന്നു, തലാസത അംതാരിൻ, മിത്തർ എന്നുള്ളതിന്റെ ജംആണ് അംതാർ. തലാസത അംതാർ 3 മീറ്റർ, മിത്തർ എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്, അംതാർ എന്ന് പറഞ്ഞാൽ മീറ്ററുകൾ, രണ്ടും ജംആണ്. അതുകൊണ്ടാണ് സോറി മുദക്കറാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, സലാസത എന്ന് വന്നത്. സലാസത അംതാരിൻ 3 മീറ്റർ വേണം, എന്ത്, മിൻ ഹാദൽ ഖുമാഷി, ഈ ക്ലോത്തിൽ നിന്ന്. ഖുമാഷ് എന്ന് പറഞ്ഞാൽ ക്ലോത്ത്,
ഈ ക്ലോത്തിൽ നിന്ന് 3 മീറ്റർ ആണ് വേണ്ടത്. ഖുദ് ഹാദൻ നമൂദജ യാ അബതി. ഖുദ് പിടിക്ക്. ഹാദൻ നമൂദജ് ഈ സാമ്പിൾ. നമൂദജ് എന്ന് പറഞ്ഞ സാമ്പിൾ, അതായത് തുണിന്റെ സാമ്പിൾ കൊടുക്കാണ്. യാ അബതി ഉപ്പ ഈ സാമ്പിൾ പിടിക്ക്. അപ്പൊ വാപ്പ പറയാണ് പിന്നെ സഅസ്തരി ലക്കും മാ തുരീദൂന ഇൻഷാ അല്ലാ. സഅസ്തരി ഞാൻ വാങ്ങും, ലക്കും നിങ്ങൾക്ക്, മാ തുരീദൂന ഇൻഷാ അല്ലാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണോ അത് ഞാൻ വാങ്ങും ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ. ഇതാണ് നമ്മുടെ ഈ പാഠം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് തംരീനുകൾ നമുക്കുണ്ട്. അജിബ് അൻ അസ്ഇലത്തിൽ ആതിയ, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാണ്. മതാ തദ്ഹബുൽ അബ് ഇല സൂഖ്, എപ്പോഴാണ് പിന്നെ വാപ്പ അങ്ങാടിയിലേക്ക് പോകുന്നത്? അപ്പോൾ ബഅദ സ്വലാത്ത് അല്ലേ, തദ്ഹബു അൽ അബു ഇല സൂഖി ബഅദ സ്വലാത്തിൻ, നിസ്കാരത്തിന് ശേഷമാണ്. യദ്ഹബു എന്നാണ്. യദ്ഹബു, സോറി, യദ്ഹബു. മാദാ യുരീദു അൽ ഹുസൈൻ, ഹുസൈൻ എന്താണ് വേണ്ടത്? അപ്പോൾ യുരീദുൽ ഹുസൈൻ അൽ ഹലാവ. മാദാ തുരീദു സുആദ്, സുആദിന് എന്താണ് വേണ്ടത് എന്നാണ്. അപ്പോൾ പിന്നെ അതെന്താണ്? സുആദക്ക് വേണ്ടത് പിന്നെ സ്കെയിലാണ് വേണ്ടത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. മനില്ലദി യുരീദുൽ മിസ്തർ, ആരാണ് മിസ്തർ വേണമെന്ന് പറഞ്ഞ ആള്? അപ്പോൾ സുആദുല്ലദി യുരീദുൽ മിസ്തറ, അല്ലെങ്കിൽ സുആദ് എന്ന് എഴുതിയാലും മതി. മാദാ തുരീദുൽ ഉമ്മക്ക് എന്താണ് വേണ്ടത്? തുരീദു സലാസത അംതാർ മിനൽ ഖുമാഷ്, പിന്നെ ക്ലോത്തിൽ നിന്ന് 3 മീറ്റർ തുണിയാണ് എന്ത് വേണ്ടത് എന്നാണ്. ഇനി സ്വഹിഹ് മാ യലി, താഴെ തന്നിരിക്കുന്നത് ശരിയാക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഹലാവിന്റെ മീനിങ് എന്താ? ഹലാവ ഹലാവ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ്. ഹലുവ കേട്ടില്ലേ? ഹലുവ, അതൊക്കെ ഇതിന്ന് വന്നാണ്. യുരീദു ഉമർ ഖലമൻ അസ്റഖ്, പിന്നെ ഉമറിന് പിന്നെ നീല പെന്നാണ് വേണ്ടത് എന്നാണ്. ഇത് ശരിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്ക് നോക്കിയിട്ട് എഴുതുക, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എഴുതിയിട്ടില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. യുരീദു ഹിഷാം അഷ്യാ അൻ കതീറ, ഹിഷാമിന് കുറേ സംഗതികൾ വേണം എന്നുള്ളതാണ്. ഹഫ്സത്തു ഇൻദഹ ഹഖീബത്തുൻ സൗദ, ഹഫ്സന്റെ അടുത്ത് ബ്ലാക്ക് കളറിലുള്ള പിന്നെ ബാഗാണുള്ളത്, അതല്ല റെഡ് കളറിലുള്ളതാണ് ഉള്ളത്. അൽ ഹുസൈനു ഫിൽ മത്ബഖ്, ഹുസൈന് കിച്ചണിലാണുള്ളത് എന്നാണ്. ശരിയല്ല, ഹുസൈൻ ഫിൽ ഹമ്മാമിലാണ് ഉള്ളത്. മൂന്നാമത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൽ 9ാമത്തെയാണ് നമ്മൾ എഴുതണ്ടെന്ന് പറഞ്ഞത്. അൽ മുദർരിസാത്തു ഡാഷ് അൽ തൊബാഷീർ, അവിടെയാണ് എന്ത് ചെയ്യുന്നത്? തുരിദ്ന എന്ന് വരിക, തുരിദ്ന വരുന്നത്. 3ഉം 4ഉം നമ്മൾ പറഞ്ഞു. 5ാമത്തത് തബാഷിറ എന്ന് പറഞ്ഞാൽ എന്ത് ഉസ്താദ്? തബാഷിറ, തബാഷീർ എന്ന് പറഞ്ഞ ചോക്ക്. 5ാമത്തെ തംരീൻ ളഅ ഫിൽ ഫറാ ഫീമാ യലി മുഅന്നസ് الأسماء الدالة على الألوان كما هو എന്ന് കഴിഞ്ഞിട്ട് അവിടെ എന്താ ഉള്ളത്? നിങ്ങളെ ബുക്കിൽ എന്താ ഉള്ളത്? മൗദഹ്. മൗളിഹ് ഫിൽ അംസില. ഓക്കെ, അതായത് പിന്നെ ലൗനുകളുടെ മുഅന്നസ് ആയിട്ടുള്ള രൂപങ്ങൾ വെക്കാനാണ്. ലൗനുകൾ, കളേഴ്സിന്റെ മുഅന്നസ് ആയിട്ടുള്ള രൂപങ്ങൾ വെക്കാനാണ്. ഇപ്പോൾ അത് താഴെ തന്നെ ഉദാഹരണം അനുസരിച്ചിട്ട് ഖലമുൻ അഹ്മറു, റെഡ് പെന്നാണ്. ഹഖീബത്തുൻ ഹംറാഉ, പിന്നെ റെഡ് ബാഗ്. ഷഅറുൻ അസ്വദു, ബ്ലാക്ക് മുടി. ലിഹ്യത്തുൻ സൗദാഉ, അതേപോലെ വൈറ്റ് അല്ല സോറി ലിഹ്യത്തുൻ സൗദാഉ, ബ്ലാക്ക് താടി. മിൻദീലുൻ അബിയദു, പിന്നെ വെള്ള കർച്ചീഫ്. വറഖത്തുൻ ബൈദാഉ, വെള്ള പേപ്പർ. മിലഫുൻ അസ്ഫറു, മഞ്ഞ കളറുള്ള ഫയല്. സയ്യാറത്തുൻ എന്താ വരിക?
സൊഫ്രാഉ അല്ലേ, യെല്ലോ കാർ. ഖമീസുൻ അഹ്മറു അല്ല അഖ്ളറു, എന്താണ് അർത്ഥം? പച്ച കളറുള്ള പയർ. ഷർട്ട് ഷജറത്തുൻ ഖദ്റാഉ ഖല്ലറാഉ, ഷജറത്തുൻ ഖല്ലറാഉ. റജുലുൻ അസ്മറു, അസ്മർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ എന്നാണ് അർത്ഥം. റജുലുൻ അസ്മറു, ബ്രൗൺ കളറുള്ള മനുഷ്യൻ. അതായത് ബ്രൗൺ എന്ന് ഇവിടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് കറുത്തിട്ടും അല്ല വെളുത്തിട്ടും അല്ല, അതിന്റെ ഇടയിലുള്ള കളർ. മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ ഉണ്ടാവുക, കറുത്തതും അല്ല വെളുത്തതും അല്ല, അതിന്റെ ഇടയിലുള്ള കളർ, ഒരു ബ്രൗൺ എന്നുള്ള നിലക്ക്. ഇമ്രഅത്തുൻ സമ്രാഉ തമ്രാഉ, ഇമ്രഅത്തുൻ തമ്രാഉ എന്നുള്ളതാണ്. പിന്നെ ഇവന് സുക്കൂന തന്നിരിക്കുന്നത് വായിക്കാനാണ്. ഇഖ്റ മാ യലി മുതഅമ്മിലൻ അൽ അസ്മാ ദാല അല അൽവാനിഹി. പിന്നെ നമ്മളെ ഇതിന്റെ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ ഇത് കൊടുത്തുകയാണ്. ഷഅറു റഅസി അസ്വദു വലിഹിയതി അബിയദു, എൻ്റെ തലമുടി എന്താണ് കറുത്തതാണ്, എൻ്റെ താടി ബൈദാഉ വെളുത്തത് ആണ് എന്നാണ്. ഉരീദു ഖലമൻ അസ്റഖു വഹഖീബതൻ ഹംറാഉ, എനിക്കൊരു ബ്ലൂ പെന്ന് വേണം, അതേപോലെ തന്നെ റെഡ് ബാഗും വേണം എന്നുള്ളതാണ്. അപ്പൊ അതൊന്നും നിങ്ങൾ പിന്നെ വായിച്ചു നോക്കുക. പിന്നെ അതിൽ പ്രത്യേകിച്ച് പ്രയാസമുള്ളതൊന്നുമില്ല. അത് നമ്മളെ ഈ സൊഫ്ര അഹ്മർ അത് ഒക്കെ വരുന്ന രൂപങ്ങളാണ് ഉള്ളത്. എന്നിട്ട് ഏഴാമത്തെ തംരീൻ, അതിൽ എന്ത് ചെയ്യണം? യോജിച്ച അത് കളറുകൾ വെക്കണം. അത് പുല്ലിംഗത്തിനാണെങ്കിൽ അഹ്മർ ആണെങ്കിൽ അഹ്മർ വെക്കുക, ഹംറ ആണെങ്കിൽ ഹംറ എന്ന് വെക്കുക. അത് അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഏഴാമത്തെ തംരീൻ നിങ്ങൾ എഴുതണം. 8ഉം 9ഉം പിന്നെ നമ്മൾ പറഞ്ഞു. 10ാമത്തേത് പിന്നെ നമ്മൾ ആഖർ ഉഖ്റ എന്നുള്ള വ്യത്യാസമാണ്. അത് ഖറജ മിനൽ ഫസ്ലി ഹംസത്തു വതാലിബുൻ ഉഖ്റ. ഖറജ മിനൽ ഫസ്ലി ഹംസ, ഹംസ ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്തു? ഇറങ്ങി. വതാലിബുൻ ഉഖ്റ, വേറൊരു വിദ്യാർത്ഥിയും. ഹാദ ബൈതുന വലന ബൈതുൻ ആഖർ, ഇതെന്റെ വീടാണ്, ഞങ്ങൾക്ക് എന്തുണ്ട്? വേറെയും വീടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീടുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ആഖർ എന്നുള്ളത്. ദഖലൽ മക്തബത ഖബല ഖലീലിൻ അൽ മുദീറു വറജുലുൻ ആഖർ ലാ അഅരിഫുഹു. അല്ലേ, ദഖലൽ മക്തബ, പിന്നെ ലൈബ്രറിയിൽ പ്രവേശിച്ചു. ഖബല ഖലീലിൻ, കുറച്ചു മുമ്പ്. മുദീർ എന്ത് ചെയ്തു? കുറച്ചു മുമ്പ് ലൈബ്രറിയിൽ പ്രവേശിച്ചു. വറജുലുൻ ആഖർ, വേറൊരു മനുഷ്യനും. ലാ അഅരിഫുഹു, അദ്ദേഹത്തെ കുറിച്ച് എന്തില്ല, എനിക്ക് അറിയില്ല എന്നുള്ളതാണ്. ഗാബൽ യൗമു ബഷീറുൻ വതാലിബുൻ ആഖർ, ഇന്ന് എന്ത് ചെയ്തു? ബഷീർ ലീവായി, ഗായിബായി. വതാലിബുൻ ആഖർ, മറ്റൊരു വിദ്യാർത്ഥിയും. റഅയ്തു ഫിൽ മതാരി മദ് മദ്രസ മദ്രസ എന്നാണ് അവിടെ ഉള്ളത്. മുദരിസന മുദരിസന ഉം. മുദരിസന വമുദരിസന ആഖർ, മുദരിസന വമുദരിസൻ മുദരിസന ആഖർ. എന്നാണ്. ഓക്കെ. റഅയ്തു ഫിൽ മതാരി മുദരിസന വ മുദരിസൻ ആഖർ, എയർപോർട്ടിൽ എന്ത് ചെയ്തു? പിന്നെ ഞാൻ എൻ്റെ അധ്യാപകനെ കണ്ടു. വ മുദരിസൻ ആഖർ, മറ്റൊരു അധ്യാപകനെ, വേറൊരു അധ്യാപകനെയും കണ്ടു. ഇതൊക്കെ എന്താണ്? പുല്ലിംഗമായിട്ട് വരുന്നതാണ്. ഇനി പിന്നെ അത് ബായിലേക്ക് വന്നു കഴിഞ്ഞാൽ സഅഹ്ഫദുൽ യൗം സൂറത്തർ റഹ്മാനി വസൂറത്തൻ ഉഖ്റ. സഅഹ്ഫദു അൽ യൗം, ഇന്ന് ഞാൻ എന്ത് ചെയ്യും? ബൈഹാട്ടാക്കും. സൂറത്തുർ റഹ്മാൻ, സൂറത്തുർ റഹ്മാൻ ഞാൻ ഇന്ന് ബൈഹാട്ടാക്കും. വസൂറത്തൻ ഉഖ്റ, വേറൊരു സൂറത്തും ഞാൻ എന്ത് ചെയ്യും? ബൈഹാട്ട് ചെയ്യും. ഇൻദി സാഅത്തുൻ ജമീലത്തുൻ വസയസ്തരി ലി അമ്മി സാഅത്തൻ ഉഖ്റ, എൻ്റെ അടുത്ത് എന്തുണ്ട്? നല്ല ഭംഗിയുള്ള വാച്ചുണ്ട്. ഇന്ന് എൻ്റെ മൂത്താപ്പ അല്ലെങ്കിൽ എളാപ്പ, അതായത് ഉപ്പൻ്റെ സഹോദരൻ എന്ത് ചെയ്യും? ഇന്ന് വാങ്ങും. സാഅത്തൻ ഉഖ്റ, പിന്നെ എനിക്ക് എന്ത് ചെയ്യും? മറ്റൊരു വാച്ചും കൂടി എനിക്ക് വാങ്ങും. ഗാബത് അംസി ഹഫ്സതു വതാലിബത്തുൻ ഉഖ്റ, ഇന്നലെ എന്ത് ചെയ്തു? ഹഫ്സ ഗായിബായിരുന്നു. വതാലിബത്തുൻ ഉഖ്റ, വേറൊരു വിദ്യാർത്ഥിനിയും.
ഹാത്തി തുഫാഹത്തൻ ഉഖ്റ യാ ഉമ്മി. എനിക്ക് വേറൊരു ആപ്പിള് തരൂ ഉമ്മ എന്നുള്ളതാണ്. റഅയ്തു ഫിൽ മക്തബതി ലൈല വതാലിബതൻ ഉഖ്റ. ലൈബ്രറിയിൽ എന്ത് ചെയ്തു? ഞാൻ ലൈലയെ കണ്ടു. വതാലിബതൻ ഉഖ്റ, വേറൊരു വിദ്യാർത്ഥിനിയെയും എന്ത് ചെയ്തു? ഞാൻ അവിടെ കണ്ടു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 11ാമത്തെ തംരീൻ നമ്മൾ ചെയ്യേണ്ടത്. അവിടെ പുല്ലിംഗമാണ് എങ്കിൽ ആഖറ കൊടുക്കുക, സ്ത്രീലിംഗത്തിൻ്റെതാണ് എങ്കിൽ ഉഖ്റ എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ ആ 10 നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ എഴുതണം. 12 പിന്നെ നമ്മൾ പറഞ്ഞു അല്ലേ? 12 നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പിന്നെ 13 മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇന്ന് നമ്മൾ പിന്നെ ഇതിൻ്റെ നമ്മൾ മുജറദും മസീദിൻ്റെയും രൂപങ്ങൾ ആ ഒരു പാറ്റേണിലാണ് പിന്നെ ഉരീദു തുരീദു എന്നുള്ളതൊക്കെ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഉഖ്റ ആഖർ എന്നുള്ളതും അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. പിന്നെ കളറുകളുടെ വ്യത്യാസങ്ങൾ, പിന്നെ അതൊക്കെ ഓരോ വസനുകളിലാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഡീപ്പായിട്ട് നമ്മൾ കുറച്ചായിട്ട് കൂടി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ ഒരു വസനുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ഞാൻ ആദ്യം പറഞ്ഞ വസനുകൾ നമ്മൾ കൃത്യമായിട്ട് ധാരണയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വല്ലാഹു തആല അഅലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.